പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നമുക്ക് വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. ഈ വെള്ളിയാഴ്ച പകൽക്കാലം ദൈവ തിരുമുഖത്തേക്ക് നോക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമുക്ക് വിലപ്പെട്ട അവസരം നൽകിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയ്ക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലയം കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ സമർപ്പണം നടത്തുവാനിടയായി. ദീർഘനാളത്തെ നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് ഇങ്ങനെ മനോഹരമായി ഈ ആലയം ചമയ്ക്കപ്പെട്ടത്. ഞാൻ സർവകൃപാലുവായ സർവ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ദൈവത്തിന് ഇന്ന് രാവിലെ നന്ദി പറയുന്നു. കർത്താവിന് സകല മഹത്വവും പുകഴ്ചയും ഞാൻ ഈ സമയം അർപ്പിക്കുകയാണ്. പ്രിയ സുനിത സിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഈ ആലയത്തിനകത്ത് നിറച്ചും ആത്മാക്കൾ വന്ന് വിടുതൽ തേടി കർത്താവിനെ അന്വേഷിച്ച് ആളുകൾ വരുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ പണം ചിലവിട്ട് വളരെ അധ്വാനിച്ച് ഇങ്ങനൊരു ആലയം ചമച്ചു, നല്ല കാര്യം. പക്ഷേ അതിനകത്ത് ദൈവത്തെ ആരാധിക്കാൻ ആത്മാക്കളില്ലെങ്കിൽ അത് ഒരു നഷ്ടമാണ്. ദേശത്ത് ആളുകളില്ലാത്തത് കൊണ്ടല്ല, ഒരുപാട് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവരിൽ മിക്ക ആളുകൾക്കും യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിയില്ല, സുവിശേഷം അറിയില്ല. ഈ ദിവസങ്ങളിൽ ഈ സത്യസുവിശേഷം ആ പ്രിയപ്പെട്ടവരോട് പറയാൻ ദൈവത്തോട് നമുക്ക് നിയോഗം പ്രാപിക്കാം. അങ്ങനെ പറഞ്ഞ് അനേകര് വിടുവിക്കപ്പെട്ട് പുറത്തു വരട്ടെ. അല്പസമയം നമുക്കൊരു ചെറിയ ആലോചന ഒരുമിച്ച് ധ്യാനിക്കാം. എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ. ഞാൻ ഈ വേദഭാഗമെല്ലാം സംസാരിക്കില്ല, നമ്മുടെ മുമ്പിൽ സമയം വളരെ പരിമിതമാണെങ്കിലും ആദ്യത്തെ ഭാഗം, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഒരു സഭയുടെ ശക്തി എന്ന് പറയുന്നത് അവിടെയുള്ള ആളുകളുടെ കൂട്ടമല്ല. ഒരു സഭയുടെ ശക്തി എന്ന് പറയുന്നത് ആ സഭയിലെ ജനം എത്രമാത്രം സമ്പന്നരാണ് എന്നുള്ളതല്ല. സഭയുടെ ശക്തി എന്ന് പറയുന്നത് അവർ വച്ചിരിക്കുന്ന ആ കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല. സഭയുടെ ശക്തി എന്ന് പറയുന്നത് അവിടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, ആരാധിക്കാൻ കടന്നു വന്നിരിക്കുന്ന ദൈവജനത്തിൻ്റെ ആത്മീക ശക്തിയാണ്. ജനത്തിൻ്റെ ആത്മീകമായ കരുത്താണ്, ശക്തിയാണ്. ദൈവം നോക്കുമ്പോൾ ആ സഭ ശക്തമാണോ അതോ ആ സഭ ദുർബലമാണോ എന്ന് ദൈവം പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജനം എത്രമാത്രം ആത്മീകമായി കരുത്തുള്ളവരാകാമോ അത്രമാത്രം സഭ ശക്തമാകും. ഒരുപാട് ആളുകളുണ്ട്, പക്ഷേ ആത്മീകമായി കരുത്തില്ലാത്ത, കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടാത്തവരാണ് ആയിരിക്കുന്ന കൂട്ടമെങ്കിൽ ആളുകളുടെ മുമ്പിൽ അതൊരു വലിയ സഭയായി തോന്നും. പക്ഷേ ദൈവത്തിന് മുമ്പിൽ അവർ തീരെ ബലഹീനരായി മാറും. എന്നാൽ ആൾ കുറവാണെങ്കിലും ഉള്ള ആളുകൾ ആത്മീകമായി കരുത്തുള്ളവരാണെങ്കിൽ അവർ നിമിത്തം
ദൈവത്തിന് വൻ കാര്യങ്ങൾ ദേശത്ത് ചെയ്യുവാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തി എല്ലായ്പ്പോഴും മാനുഷികമായ കരുത്തിലല്ല നടക്കുന്നത്, മനുഷ്യരുടെ കൂട്ടത്തിലല്ല, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലുമൊക്കെ അധ്വാനം കൊണ്ടല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി നടക്കുന്നത്. ദൈവത്തിൻ്റെ പ്രവൃത്തി എപ്പോഴും നടക്കുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവിലാണ്. അതുകൊണ്ടാണ് സക്രിയാവ് നമ്മളോട് ഇങ്ങനെ പറഞ്ഞത്, 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ഞാനും നിങ്ങളും ആത്മാവിൽ ശക്തീകരിക്കപ്പെടാമെങ്കിൽ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും നമ്മൾ ശക്തി പ്രാപിക്കാമെങ്കിൽ, നാം ദൈവത്തിന് വേണ്ടി വളരെ പ്രയോജനപ്പെടാൻ പോകുകയാണ്. നമ്മെ കർത്താവ് ഉപയോഗിക്കാൻ പോകുകയാണ്. ആ ആത്മശക്തി ഉള്ളവരെ കൊണ്ട് ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തി ദൈവം ചെയ്യിക്കാൻ പോകുകയാണ്. ഈ കല്ലട പ്രദേശത്തും ഞാനും നിങ്ങളും ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ശക്തി പ്രാപിച്ചേ മതിയാവുകയുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തീകരിക്കപ്പെടുകയുള്ളൂ. ഞാനും നിങ്ങളും ദൈവത്തിന് പ്രയോജനപ്പെടുകയുള്ളൂ. എവിടെ നിന്നാണ് ഈ ആത്മശക്തി വരുന്നത്? എവിടെയാണ് ഈ ആത്മശക്തിയുടെ ഉറവിടം? പ്രൈസ് ദി ലോർഡ്. എവിടെ നിന്നാണ് ഈ ആത്മശക്തി വരുന്നത്? ഞാൻ നിങ്ങളോട് പറയാം, കർത്താവിങ്കിൽ നിന്നാണ് ഈ ശക്തി വരുന്നത്. നമ്മുടെ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് നമ്മിലേക്ക് ആ ശക്തി കൊണ്ടുവരുന്നത്. യേശുക്രിസ്തുവുമായിട്ടുള്ള സജീവമായ നമ്മുടെ ബന്ധത്തിലാണ് നമ്മൾ ആമേൻ ശക്തി പ്രാപിക്കുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഉറപ്പിച്ചു പറയുകയാണ്, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കയ്യിലൊത്തിരി പൈസ ഉണ്ടായിരിക്കാം, ആൾബലമുണ്ടായിരിക്കാം, കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി പ്രവർത്തിക്കണമെങ്കിൽ, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കണമെങ്കിൽ നമുക്ക് കർത്താവിനെ കൂടാതെ ചെയ്യാൻ പറ്റുകയില്ല. ഇന്ന് ആ വലിയ ബോധം നിങ്ങളെ ഭരിക്കുന്നുവെങ്കിൽ നമുക്കിന്ന് പറയാൻ കഴിയണം, കർത്താവേ, ഞാൻ അങ്ങിൽ വസിക്കാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് അങ്ങയെ കൂടാതെ ജീവിക്കാൻ കഴിയുകയില്ല, അങ്ങേ പിരിഞ്ഞൊന്നും ചെയ്യാൻ കഴിയില്ല എന്നങ്ങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവമേ, അങ്ങിൽ വസിക്കുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം തയ്യാറാകുകയാണ്. സ്തോത്രം. കർത്താവോട് ഉപമ പറഞ്ഞു, കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി ഫലം കായ്ക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നാം എല്ലാവരും കൊമ്പുകളാണ്. അത് മുന്തിരിവള്ളിയിൽ വസിക്കുമ്പോഴാണ് ആ കൊമ്പിലേക്ക് മുന്തിരിവള്ളിയിൽ നിന്നുള്ള ആ ജീവൻ പ്രവഹിക്കുന്നത്, അത് അതിനെ ഫലമുള്ളതാക്കി മാറ്റുന്നത്. ഇന്ന് നമ്മുടെ കർത്താവുമായി പ്രാർത്ഥനയിലും ആരാധനയിലും വചനധ്യാനത്തിലും അല്ലെ ആത്മികമായ കൂട്ടായ്മയിൽ ഞാനും നിങ്ങളും എത്തിപ്പെടുന്നില്ലെങ്കിൽ നമ്മൾ ശക്തിയില്ലാത്തവരായി മാറും. അതുകൊണ്ട് യേശുക്രിസ്തുവുമായി സജീവമായ ബന്ധത്തിലേക്ക് ഞാനും നിങ്ങളും വരാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ശക്തീകരിക്കപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞായറാഴ്ച രാവിലെ അല്ലെങ്കിൽ വെള്ളിയാഴ്ച വന്ന് ആരാധനയിൽ പ്രാർത്ഥനയിൽ മാത്രമൊന്ന് പങ്കെടുത്തിട്ട് പോകുന്നത് കൊണ്ട് ആയില്ല. പകരം ദിനം തോറും യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നിങ്ങളായിരിക്കണം. എങ്ങനെയാ ആ കൂട്ടായ്മ ബന്ധത്തിൽ വളരുന്നത്? കർത്താവ് പറഞ്ഞു, എന്നിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ വചനത്തിൽ വസിക്കുക എന്നുള്ളതാണ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ്റെ വചനമനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അവൻ്റെ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ശക്തീകരിക്കപ്പെടാൻ തുടങ്ങുക. നിങ്ങൾ ശക്തരാകുകയാണ്. നിങ്ങൾ അതിശക്തമായി തീർന്ന് നിങ്ങളുടെ ജീവിതം മാറുകയാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുകയാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ അനുഭവത്തിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്കൊത്തിരി ശക്തിയൊന്നുമില്ല, എനിക്കൊത്തിരി ബലമൊന്നുമില്ല, ഞാൻ ബലഹീനനാണ്. അല്ലേ? എൻ്റെ പുറമേ ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ബലഹീനതയാണ്.
പക്ഷേ അല്ലേ, പൗലോസ് സാക്ഷ്യമായിട്ട് ഇങ്ങനെയാ പ്രസ്താവിച്ചത്. ഫിലിപ്പിയർ 4:13 എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്, എന്നെ ശക്തീകരിക്കുന്ന ഒരാളുണ്ട്. എന്നെ ശക്തനാക്കുന്ന എൻ്റെ കർത്താവ് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് അസാധ്യ കാര്യങ്ങൾ ചെയ്യുവാൻ, നിന്റെ മുമ്പിൽ തടസ്സമായിരിക്കുന്നത് ചെയ്യുവാൻ, നിനക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് പുറകോട്ട് മാറി നിൽക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണമുള്ള കരുത്തു പകരുവാൻ, നിന്നെ ശക്തിപ്പെടുത്തുവാൻ ഈ ദൈവത്തിന് കഴിയും. ആ കർത്താവാണ് നിന്നെ പ്രാപ്തിപ്പെടുത്തുന്നത്. അവൻ നമ്മുടെ പ്രാപ്തി, അവൻ നമ്മുടെ അല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ദാനമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവസഭയുടെ അനുഗ്രഹമെന്ന് പറയുന്നത്, ദൈവമക്കളുടെ വിജയത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് സ്വന്തമായിട്ടുള്ള നിലനിൽപ്പല്ല, സ്വയാശ്രയമല്ല, സ്വന്തം കഴിവല്ല, പകരം അതിനപ്പുറം ശക്തീകരിക്കുന്ന ദൈവത്തിൽ, അവൻ നമ്മെ നിർത്തുന്ന കർത്താവിൽ, അവൻ പോരുന്ന നമ്മുടെ കൈവിരലുകളെ അഭ്യസിപ്പിക്കുന്ന ഈ ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ ശക്തീകരിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഈ ദിവസങ്ങളിൽ ആത്മീകമായ ശക്തി നമ്മുടെ അകത്ത് കൊണ്ടുവരും. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് വസിക്കുവാൻ നിങ്ങൾക്കിടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അപ്പം ദൈവസഭയുടെ ശക്തി എന്ന് പറയുന്നത് ആത്മനിറവ് പ്രാപിച്ച, ആത്മശക്തി പ്രാപിച്ച ജനമാണ്. നമുക്കറിയാം, ആദിമസഭയുടെ ചരിത്രം പരിശോധിച്ചാൽ അവരെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. അവർ സാധാരണക്കാരായ മനുഷ്യരായിരുന്നു, പഠിപ്പില്ലാത്തവരായിരുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ശിഷ്യന്മാരെ നോക്കി ആളുകൾ പറഞ്ഞ ഒരു കാര്യമാണ്. വായിക്കാം. കണ്ടോ, അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും, പിന്നെ പറയുക, ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കയാലും ആശ്ചര്യപ്പെട്ടു. അവിടെ നിർത്തണേ, അതിൻ്റെ ബാക്കി വായിക്കണം, ശ്രദ്ധിക്കണേ. പത്രോസിന്റെ ധൈര്യം, എത്ര ശക്തമായിട്ടാണ് പത്രോസ് നിന്ന് അവരോട് വാദിച്ചത്. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നസ്രായനായ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ലെന്ന് പറയുമ്പോ, പ്രൈസ് ദി ലോർഡ്, മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കി യേശു കർത്താവിനെ അവർ ധൈര്യപൂർവ്വം ഉയർത്തുമ്പോൾ, അവരിലൂടെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുമ്പോൾ ആളുകൾ ആശ്ചര്യപ്പെടുകയാ. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഇവർ സാധാരണക്കാരാണ്, ഇവർ പഠിപ്പില്ലാത്തവരാണ്. അവർ ആശ്ചര്യപ്പെടുക. പിന്നെ എങ്ങനെയാണ് ഇവരിങ്ങനെ ധൈര്യത്തോടെ നിൽക്കുന്നത്? ഇവരെങ്ങനെയാണ് അല്ലെ ഇവിടെ നിൽക്കുന്നത്? എന്താണ് ഇവരുടെ രഹസ്യം? ഇവരുടെ ധൈര്യത്തിന്റെ പിന്നിലെ ആ രഹസ്യം എന്താണ്? അവർ തന്നെ ആ രഹസ്യം മനസ്സിലാക്കി. ഇങ്ങനെയാ വായിക്കുന്നത് അതിൻ്റെ ബാക്കി ഭാഗം. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവരാണെന്ന് അവരറിഞ്ഞു. എന്താ ഈ ധൈര്യം? എന്താ ഈ ആത്മവിശ്വാസം? എന്താ ഈ കരുത്ത്? അതിൻ്റെ രഹസ്യം, അവർ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരാണ്, ആയിരുന്നവരാണെന്ന് അവരറിഞ്ഞു. ഇന്ന് ദൈവപൈതലേ, നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ ആരോഗ്യമോ നിന്റെ മറ്റൊരു കാര്യവുമല്ല, നീ യേശുവിനോട് കൂടെ ആയിരുന്നാൽ, സ്തോത്രം, യേശുവിനോടൊപ്പം വസിച്ചാൽ, യേശുവിനോടൊപ്പം നീ സമയം ചെലവഴിച്ചാൽ, യേശുവിനോടൊപ്പം നീ കൂട്ടായ്മ കൂടിയാൽ, യേശുവിനോട് കൂടെ നീ സംസാരിച്ചു കൊണ്ടിരുന്നാൽ, അവിടത്തോടൊപ്പം നീ വസിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിലെ ഭയം മാറുകയാ. സ്തോത്രം. നിന്റെ ജീവിതത്തിലെ നിരാശ മാറുകയാ. സ്തോത്രം. നീ ധൈര്യത്തോടെ കർത്താവിനെ സേവിക്കുകയാ. നിന്റെ ജീവിതത്തിന്റെ നിലവാരം മാറുകയാ. നിന്റെ ആത്മവിശ്വാസം മാറുക. അല്ലേ?
നീ ആത്മവിശ്വാസമുള്ളവളായി മാറുക. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കല്ലട ദേശത്ത് ദൈവത്തിൻ്റെ ജനം കർത്താവിന് വേണ്ടി ശക്തിയോടെ നിൽക്കണമെങ്കിൽ, ആമേൻ, അവർ ശക്തിയോടെ സുവിശേഷം പറയണമെങ്കിൽ, ആമേൻ, നിന്റെ ജീവിതത്തിന് വിരുദ്ധമായി വരുന്ന, നിന്റെ ജീവിതത്തിനെതിരായി വരുന്ന പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെട്ട് ഓടിപ്പോകാതെ, ആമേൻ, ശത്രുവിനോട് നിങ്ങൾ എതിർത്ത് നിൽക്കണമെങ്കിൽ, പോരാട്ടങ്ങളോട് എതിർത്ത് നിൽക്കണമെങ്കിൽ, നിന്റെ ജീവിതത്തിൽ അലട്ടുന്ന എല്ലാ പ്രതിസന്ധികളോട് ആത്മാവിൽ പോരാടണമെങ്കിൽ ഈ ദിവസങ്ങളിൽ നിനക്ക്, ആമേൻ, ദൈവശക്തി ആവശ്യം. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ ഉറവിടം യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മയാണ്. പത്രോസും യോഹന്നാനും പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരാ, പക്ഷേ ഇവർ യേശുവിനോടുകൂടെ ഉള്ളവരായിരുന്നു. അപ്പം ഈ ആത്മശക്തി കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഈ അഭിഷേകം ക്രിസ്തു മുഖാന്തരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനപ്പെടുത്തും. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതാരാ? ക്രിസ്തുവാ, അല്ലേ? യേശുക്രിസ്തുവുമായി ബന്ധമില്ലാത്ത ആർക്കും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അവിടുന്ന് കൊടുക്കുന്നില്ല. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ കാത്തിരിക്കണം, അല്ലേ? നിങ്ങളിവിടെ കാത്തിരിക്കുമ്പോൾ എന്താണ്? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, അല്ലേ? പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ ആയിരിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ നിങ്ങൾക്ക് തരും. എത്രവർക്ക് പിടികിട്ടി? ഇത് യേശു തന്നതാ, യേശു ചോദിച്ചു മേടിച്ചു തന്നതാ. ഇത് ആർക്കാ കർത്താവ് ഈ അഭിഷേകം കൊടുക്കുന്നത്? ആരെയാ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നത്? ആൾക്ക് ആത്മശക്തി കൊടുക്കുന്നത്? യേശുക്രിസ്തുവുമായി കൂട്ടായ്മ കൂടുന്നവർക്ക്, യേശുക്രിസ്തുവിൽ വസിക്കുന്നവർക്ക്, യേശുക്രിസ്തുവിൻ്റെ വചനവുമായിട്ട് ഇടപെടുന്നവർക്ക്, അവൻ്റെ വചനം അനുസരിക്കുന്നവർക്ക്. ഈ ദൈവസഭയിലെ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആത്മശക്തി വേണമോ? അവൻ യേശുക്രിസ്തുവുമായിട്ടുള്ള നിങ്ങളുടെ കൂട്ടായ്മ വളരണം. ഹല്ലേലൂയ. ഈ ആത്മശക്തി വന്നെങ്കിൽ മാത്രമേ നമുക്ക് പോരാടാൻ പറ്റുകയുള്ളൂ. ഒരു ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം പോരാട്ടമുണ്ട്. സഭയ്ക്കെതിരെ വെല്ലുവിളിയുണ്ട്, ജനത്തിനെതിരെ വെല്ലുവിളിയുണ്ട്, അല്ലേ? നമുക്കെതിരെ വലിയ പോരാട്ടമുണ്ട്. നമുക്ക് പോരാട്ടം, ഫെസിലേഖനം വായിക്കുന്ന ഇങ്ങനെയാണ്: നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പോ ഒരു സംശയവുമില്ലാതെ അപ്പോസ്തലൻ പറയുകയാണ്, നമുക്ക് പോരാട്ടമുണ്ട്. ഇല്ലെന്ന് ആളുകൾ പറയും. അല്ല, ദൈവജനത്തിന് പോരാട്ടമുണ്ട്. ദൈവജനത്തോട് വെല്ലുവിളിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു ആത്മീക പോരാട്ടത്തിലാണ്, നമ്മളൊരു ആത്മീക യുദ്ധത്തിലാണ്. പക്ഷേ ഈ യുദ്ധത്തിൽ ഞാനും നിങ്ങളും ജയിക്കണമെങ്കിൽ നമുക്ക് ആത്മശക്തി കൂടിയേ പറ്റും. ആത്മാവിൻ്റെ ശക്തിയില്ലാതെ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങൾ അല്ല. ജഡീകമായ ഒരു ആയുധം കൊണ്ടും ഈ പോരാട്ടത്തെ ജയിക്കാൻ കഴിയില്ല. ഉറപ്പിച്ചു പറയുക, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. പിന്നെയോ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ള ആത്മിക ആയുധങ്ങളാണ് ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? സ്തോത്രം. ഈ പോരാട്ടം മാറുന്നതിന് ആളുകളൊക്കെ കൂടെ നിന്നാൽ പറ്റുകയില്ല. വെല്ലുവിളികൾ അഴിഞ്ഞു മാറാൻ, അല്ലേ, കുറച്ച് പേരെ കൂടെ ഉള്ളത് കൊണ്ട് മാറില്ല. ഇതിന് ഒരാത്മിക യുദ്ധം ആവശ്യമാണ്, ഒരാത്മിക പോരാട്ടം ആവശ്യമാണ്. ദൈവസഭയ്ക്ക് വിരോധമായി, ജനത്തിന് വിരോധമായി, ഇവിടെ നന്മയ്ക്ക് വിരോധമായി, വിടുതലിന് വിരോധമായി, അല്ലേ, അഭിവൃദ്ധിക്ക് വിരോധമായി വ്യാപരിക്കുന്ന ഈ അന്ധകാര മണ്ഡലങ്ങളെ ആത്മാവിൽ ജയിക്കുവാൻ പൗലോസ് പറഞ്ഞതുപോലെ
ആമേൻ. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, അത് കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയത്രേ. ഇന്ന് പകൽ ആ ആത്മീയ ആയുധങ്ങളെ കുറിച്ചാണ് പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. ആമേനൊടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീ. യെസ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. അപ്പോ നമുക്കൊരു ആത്മീയ പോരാട്ടമുണ്ട്, നമുക്കൊരു സർവായുധ വർഗമുണ്ട്. ഞാൻ ആ സർവായുധ വർഗത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നില്ല, നേരത്തെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. ഇന്ന് എനിക്ക് ഫോക്കസ് ചെയ്ത് പറയാനുള്ളത് ഒരു ആത്മശക്തിയെക്കുറിച്ചാണ്. കർത്താവിനോട് ചേർന്ന് വസിച്ചാൽ ആ ശക്തി നമുക്ക് ലഭിക്കും. സ്തോത്രം. കർത്താവിനെ പിരിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ആ ശക്തി പ്രാപിച്ചവർക്ക് മാത്രമേ അല്ലേ ഈ വെല്ലുവിളികളെ, ഈ പോരാട്ടങ്ങളെ ആമേൻ ജയിക്കാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ആത്മശക്തി പ്രാപിക്കണം. ശത്രു ഒരുക്കുന്ന കെണികളെയൊക്കെ ജയിക്കാൻ ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള കരുത്ത് പ്രാപിക്കണം. സ്തോത്രം. ഒരു ഉഴപ്പ് പ്രാർത്ഥനയല്ല, ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം, ആത്മാവിൽ ജാഗരിച്ചു പ്രാർത്ഥിക്കണം. അല്ലേ? പ്രാർത്ഥന ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണമെങ്കിൽ ആത്മശക്തി കൂടിയേ പറ്റൂ. ഹല്ലേലൂയ. അല്ലേ? കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. അവരുറങ്ങുക. കാരണം എന്താ? ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനം. ഇന്ന് പകൽ ഈ ബലഹീനമായ അനുഭവത്തിൽ പ്രാർത്ഥിച്ച് ജയം നേടാൻ പറ്റുകയില്ല. പകരം അകത്ത് മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവ് വേണം. അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങളുടെ അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. അതിന് ആത്മശക്തി വേണം, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണം. അത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിലാണ് ഈ ആത്മശക്തി നമ്മിലേക്ക് വരുന്നത്. ഈ ആത്മശക്തി വരുമ്പോഴാണ് പോരാട്ടങ്ങളോട് ആമേൻ ജയിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അത് മാത്രമല്ല, ഈ ആത്മശക്തി നമുക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഇതിനൊരു ഉദ്ദേശമുണ്ട്. ഈ ശക്തി പ്രാപിക്കുന്നതിന് ഉദ്ദേശമുണ്ട്. ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ എനിക്ക് മുമ്പായി പോയി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. എന്തിനായി ആത്മശക്തി തന്നേക്കുന്നത്? സാക്ഷ്യം പ്രസ്താവിക്കാനാ, അവനെക്കുറിച്ച് പറയാനാ, അവിടുന്ന് അല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് പറയാനാ, അവിടുന്ന് മാത്രമേ ഉള്ളൂ രക്ഷകനെന്ന് വിളിച്ചു പറയാനാ. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചത് ക്രിസ്തു മാത്രമാണെന്ന് പറയാനാ. മരണത്തെ ജയിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും പിതാവിന്റെ വലതുഭാഗത്ത് മധ്യസ്ഥത അണയ്ക്കുന്നവൻ അവൻ മാത്രമേ ഉള്ളൂ എന്ന് പറയാനാ. ഇനിയും തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി മടങ്ങി വരുന്നത് അവിടുന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാനാ. സ്തോത്രം. ഇതിന് ഒരാത്മശക്തി വേണം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുവാൻ, ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുവാൻ, ഈ കർത്താവിനെ ഉയർത്തുവാൻ ഒരു അസാധാരണ ശക്തി വേണം. അതിനുവേണ്ടിയാ ഈ ആത്മശക്തി ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഞാനും നിങ്ങളും ആത്മശക്തിയാൽ നിറയപ്പെടണം. കാരണം സാക്ഷീകരണത്തിന് ആത്മശക്തി ആവശ്യമാണ്. സ്തോത്രം. അപ്പം അതുകൊണ്ട് ഈ ദിവസങ്ങളൊന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് ഈ ശക്തി ഏറ്റെടുത്താൽ ഞാനും നിങ്ങളും പിന്നെ സാക്ഷികളാകും. പിന്നെ ആരും നിർബന്ധിക്കണ്ട. കാരണം ഈ ആത്മശക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ആമേൻ സാക്ഷീകരിക്കുക എന്നുള്ളതാണ്. സാക്ഷീകരണത്തിൽ ആളുകൾക്ക് ഭയമാ, അയ്യോ അവർ ഞങ്ങളെ എന്ത് ചെയ്യും, അവർ വല്ലതും പറയുമോ, ഉപദ്രവിക്കുമോ, അല്ലേ? ഈ ഭയങ്ങളെയെല്ലാം മാറ്റുന്നത് ഈ ആത്മശക്തിയാ. നിങ്ങൾ പത്രോസിനെ കുറിച്ച് കേട്ടോ? ഈ പത്രോസ് യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനാണ്, അല്ലേ? ഭയപ്പെട്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞതാ. പക്ഷേ അതേ പത്രോസ് മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും ജനത്തിൻ്റെയും മുമ്പിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉയർത്തിയത് കണ്ടപ്പോഴാണ് അവരാശ്ചര്യപ്പെട്ടത്. ആമൻ. ഇവരുടെ ധൈര്യത്തെക്കുറിച്ച് ഇതെവിടുന്ന് കിട്ടി? ഈ ധൈര്യം എവിടുന്നാണ് കിട്ടിയത്? ഭയപരവശനായിരുന്ന പത്രോസ്, ഭീരുവായി തീർന്ന് അരുമനാഥനെ തള്ളിപ്പറഞ്ഞ പത്രോസിന് എവിടുന്ന് കിട്ടി ഈ ധൈര്യം?
ഈ ധൈര്യം അവന് കിട്ടിയത് പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ വന്നപ്പോഴാ. പെന്തക്കോസ്ത് നാളിൽ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോഴാ പത്രോസ് ആമേൻ ധൈര്യവാനായി മാറിയത്. പൗലോസ് പറയുന്നു, നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. സ്തോത്രം. ഇത് ശക്തിയുടെ ആത്മാവാൻ, സുബോധത്തിൻ്റെ ആത്മാവാൻ, സ്നേഹത്തിൻ്റെ ആത്മാവാൻ. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി ഈ ദിവസങ്ങളിലൊന്ന് പ്രാപിക്കാമെങ്കിൽ ആമേൻ നിങ്ങൾ ധൈര്യത്തോടെ ഈ കർത്താവിനെ എവിടെയും ഘോഷിക്കുവണ്ണക്കവണ്ണം ഇടയാകും. നമ്മുടെ സഭയ്ക്ക് ഇനി വേണ്ടതാണ് ധൈര്യത്തോടെ ക്രിസ്തുവിനെ പ്രസ്താവിക്കണം. എറിയുവാനായിട്ട് ആളുകൾ നിൽക്കുമ്പോഴാണ് സ്തേഫാനോസ് യേശുവിനെ ഉയർത്തിയത്. മരണം മുമ്പിൽ വന്നപ്പോഴും സ്തേഫാനോസിന് ഭയമില്ല. കാരണം അവനെ സ്വീകരിക്കുവാൻ ഉയരത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് ദൈവപുത്രൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ആത്മാവിൽ കണ്ടുകൊണ്ട് സ്തേഫാനോസ് ധൈര്യത്തോടെ യേശുവിനെ ഉയർത്തുവാനിടയായി. വചനം കേൾക്കുന്ന ദൈവപൈതലേ, ഈ ആത്മശക്തിയുള്ളവരാണ് ദൈവസഭയുടെ കരുത്ത്. അവരാണ് സുവിശേഷം പങ്കുവെക്കുന്നത്. കൊട്ടിപ്പാടി ആരാധിച്ചു പോകുന്നൊരു കൂട്ടമല്ല. സ്തോത്രം. ആത്മശക്തി പ്രാപിച്ചവർ പിശാചിനോട് പോരാടുന്നവരാ. ആത്മശക്തി പ്രാപിച്ച ജനം സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മശക്തി നമുക്ക് പ്രാപിക്കണം. മാത്രമല്ല, ഈ ആത്മശക്തി പ്രാപിച്ച ജനമാണ് സഭയിലുള്ളതെങ്കിൽ ഈ ശക്തി പ്രാപിച്ചവർ മറ്റുള്ളവരെ പണിയുവാൻ, അവരെ ബലപ്പെടുത്തുവാൻ, അവരെ ആത്മാവിൽ ഉയർത്തുവാനിടയായിത്തീരും. അതൊരു വലിയ ആത്മീയ സത്യമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ധന്യനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, അവനിൽ ശരീരം മുഴുവനും യുക്തമായി ചേർന്ന് ഏകീഭവിച്ച് ഓരോ അംഗത്തിനും അതത് വ്യാപാരത്തിനൊത്തവണ്ണം ഉദവി ലഭിക്കാനുള്ള ഏക സന്ധിയാലും സ്നേഹത്തിലുള്ള വർധനയ്ക്കായി അവനിൽ നിന്ന് വളർച്ച പ്രാപിക്കുന്നു. പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? ഓരോ അവയവവും അതതിൻ്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ, ആത്മശക്തിയിൽ അവർ ചെയ്യുമ്പോൾ സ്നേഹത്തിൽ അവർ സ്വയം പണിയപ്പെടുകയാണ്. ഓരോരുത്തരെ പണിയുകയാണ്, ഓരോരുത്തരെ ശക്തിപ്പെടുത്തുകയാണ്. ഇന്ന് പകൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ശക്തരായ ജനം ഒരുമിച്ച് കൂടി ആരാധിക്കുമ്പോൾ സ്തോത്രം, അശക്തരും ശക്തീകരിക്കപ്പെടുകയാണ്. കാരണം ഇത് മറ്റുള്ളവരെ പണിതെടുക്കുന്ന ഒരാത്മശക്തിയാണ്. സ്തോത്രം. എങ്ങനെയാ സംഭവിക്കുന്നത് നോക്കിയേ. ആത്മാവിൽ ശക്തരായ വ്യക്തികൾ അവർ ജീവിതത്തിൽ പ്രതിസന്ധി വന്നാൽ അവർ ധൈര്യത്തോടെ നിൽക്കും. ശരിയല്ലേ? അത് മാത്രമല്ല, ജീവിതത്തിൽ തകർന്ന ഒരാൾ, ജീവിത പ്രതിസന്ധികളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്ന ഒരാളോട് ചെന്ന് കരുത്തുള്ള ഒരാൾ എന്തോ പറയും? നീ ധൈര്യപ്പെട്, കർത്താവ് നിൻ്റെ കൂടെയുണ്ട്, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. ഈ കരുത്തുള്ളവർ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നോക്കിയേ, കരുത്തുള്ളവർ മറ്റുള്ളവരെ പണിയുക. ഈ ആശ്വാസത്തിൻ്റെ വാക്ക് കേൾക്കുന്നവർ ധൈര്യപ്പെടുക. വല്ലതും പിടികിട്ടുന്നുണ്ടോ? ഇതാ കരുത്തുള്ളവർ മറ്റുള്ളവരെ, ആത്മശക്തി പ്രാപിച്ചവർ മറ്റുള്ളവരെ ഇടിച്ചു കളയുകയല്ല, മറ്റുള്ളവരെ തകർക്കുകയല്ല, അവരെ പണിതെടുക്കുകയാ. സ്തോത്രം. അതാണ് ആത്മശക്തി പ്രാപിച്ചവർ സഭയിലുണ്ടെങ്കിലുള്ള പ്രയോജനം. ആത്മബലത്തിൽ ജീവിക്കുന്നവർ ബലഹീനരെ താങ്ങും. ബലവാൻ എന്ത് ചെയ്യും? ബലഹീനരെ താങ്ങുന്നവരായി മാറും. അപ്പോൾ എല്ലാവരും ശക്തീകരിക്കപ്പെടും. ഇതാണ് ആത്മശക്തിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പരസ്പരം അവർ പണിയപ്പെടുന്നവരായി മാറുവാനിടയായി തീരും. അകത്ത മനുഷ്യൻ ശക്തിയോടെ ബലപ്പെട്ട് ശക്തീകരിക്കപ്പെട്ടവരുടെ സഭ അവരുടെ കൂട്ടമെന്ന് പറയുന്നത് മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നതായിരിക്കും, വീഴ്ചയിൽ താങ്ങുന്നവരായിരിക്കും, അവരുടെ കഷ്ടതയിൽ കൂട്ടായ്മ കാണിക്കുന്നവരായിരിക്കും, അവരെ കൈപിടിച്ച് നിർത്തുന്നവരായിരിക്കും, അവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടുന്നവരായിരിക്കും. എപ്പഫ്രാസിനെ കുറിച്ച് എന്താ വായിക്കുന്നത്? എപ്പഫ്രാസ് ആത്മാവിൽ കരുത്തുള്ളവനാണ്, ബലമുള്ളവനാണ്, കൃപ പ്രാപിച്ചവനാണ്. പക്ഷെ എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട്. എന്താ പറഞ്ഞേ? എപ്പഫ്രാസ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചതെന്നറിയാവോ?
നിങ്ങളെല്ലാവരും തികഞ്ഞവരാകാൻ, ദൈവഹിതം സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരാകേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ പോരാടുന്നു. ആ കാര്യത്തെക്കുറിച്ച് എനിക്കറിയാമെന്ന് പൗലോസ് എപ്പഫ്രാസിനെ കുറിച്ച് സാക്ഷ്യം പറയുകയാണ്. എപ്പഫ്രാസ് എന്താ ചെയ്യുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്തിനാ? എല്ലാവരും തികഞ്ഞവരാകാൻ, ദൈവഹിതം സംഭവിച്ച് നിശ്ചയമുള്ളവരാകാൻ. നോക്കിക്കേ, അപ്പോൾ ആത്മശക്തി പ്രാപിച്ചവനകത്തുണ്ടെങ്കിൽ അവർ മറ്റുള്ളവരെ എന്തു ചെയ്യും? പണിയും, മറ്റുള്ളവരെയും ബലപ്പെടുത്തും. അതാണ് അതിനകത്തുള്ള അനുഗ്രഹം എന്ന് പറയുന്നത്. അവസാനമായി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്, ആത്മശക്തി പ്രാപിച്ച ഒരു കൂട്ടം ജനമാണെങ്കിൽ അവർ ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കും. ആരാധനയുടെ രീതി മാറും. പ്രൈസ് ദി ലോർഡ്. ശക്തി പ്രാപിച്ചവരുടെ ആരാധന അതൊരു വലിയ മുഴക്കമാണ്. വെറുതെ ബഹളം വെക്കുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ശക്തൻ, ആത്മാവിൽ ബലപ്പെട്ട ദൈവമക്കൾ ആത്മനിറവിൽ, ആത്മശക്തിയിൽ ആരാധിക്കുമ്പോൾ, നിങ്ങൾ വായിച്ചില്ലേ, അവർ ഇരിക്കുന്ന സ്ഥലം കുലുങ്ങുന്ന നിലയിൽ ആത്മശക്തി വ്യാപരിച്ചു. ആത്മബലം പ്രാപിച്ചവർ ഒരുമിച്ച് തീർന്ന് ശക്തിയോടെ ആരാധിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ നടക്കാനിടയായിത്തീരുക, വലിയ ദൈവപ്രവൃത്തി നടക്കാനിടയായിത്തീരുക. അല്ലേ? അവൻ വലിയൊരു ദൈവ സാന്നിധ്യം അവിടെ വെളിപ്പെടും. ആരാധന മാറും. നമുക്ക് തന്നെ അറിയാം, കുറച്ച് പേര് കൈയടിക്കും, കുറച്ച് പേര് ആരാധിക്കും, കുറച്ച് പേര് മിണ്ടാതിരിക്കും. അല്ലേ? എന്നാൽ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞാരാധിച്ചാൽ, കരുത്തോടെ ആരാധിച്ചാൽ ആ ആരാധന ഒരു ഒഴുക്കായിട്ട് മാറും. അല്ലേ? അതൊരു വലിയ പ്രവാഹമായി മാറും. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? അതൊരു വലിയ, അല്ലേ, അവൻ ദൈവ സാന്നിധ്യത്തിൻ്റെ നിറവിലേക്ക് നയിക്കും. സമയം നോക്കാതെ, അല്ലേ, ലജ്ജയില്ലാതെ കരുത്തുള്ള ആത്മശക്തി പ്രാപിച്ചവരൊന്ന് ആരാധിച്ചാൽ. എന്തിനാ ഒരുപാട് പാട്ട് പാടുന്നത്? പാടുന്നതിന് ഞാനിതിലല്ല. ഇതിപ്പോൾ 4 പാട്ട് പാടിയാലും അതിൻ്റെ അവസാനമേ അന്യഭാഷ വരുള്ളൂ. അതല്ല, ആത്മശക്തി നിറഞ്ഞവരാണെങ്കിൽ എന്തിനാ അധികം പാടുന്നത്? അല്ലേ? ആ പാട്ടങ്ങ് ആത്മാവിൻ്റെ തലത്തിലേക്ക് മാറും. ആ ആരാധന ആത്മതലത്തിലേക്ക് മാറും. പരിശുദ്ധാത്മാവിന് വലിയ കവിഞ്ഞൊഴക്കുണ്ടാകും, വലിയ പ്രവാഹമുണ്ടാകും, വലിയ ദൈവസാന്നിധ്യമുണ്ടാകും. കർത്താവ് വലിയ അത്ഭുതങ്ങൾ ആരാധനയുടെ നടുവിൽ ചെയ്യാനിടയായിത്തീരും. നമ്മുടെ ആരാധനയിൽ അവൻ അഭിഷേകം പ്രാപിക്കാത്തവർ കൂടെ അഭിഷേകം പ്രാപിക്കാനിടയായിത്തീരും. കാരണം അവൻ ആത്മാവിൻ്റെ വലിയ കവിഞ്ഞൊഴുക്കുണ്ടാകും. സ്തോത്രം. അപ്പോഴല്ലേ സഭ വളരാൻ തുടങ്ങുന്നത്, അത്ഭുതങ്ങൾ നടക്കാൻ തുടങ്ങുന്നത്. അപ്പോഴല്ലേ നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെ കവിഞ്ഞൊഴുകുന്നൊരു ആത്മസാന്നിധ്യം വ്യാപരിക്കട്ടെ, ഒരാത്മശക്തി വ്യാപരിക്കട്ടെ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഒന്ന് വെളിപ്പെട്ടു വരട്ടെ. അങ്ങനെ വന്നാൽ ഞാനും നിങ്ങളും പറയാൻ തുടങ്ങും. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ, ബലഹീനൻ പറയും ഞാൻ ശക്തനാ. സ്തോത്രം. അവിടെ ബലഹീനതയുടെ സാക്ഷിയില്ല, നിരാശയുടെ സാക്ഷി. നിരാശ ഇല്ലാഞ്ഞിട്ടോ, ജീവിതത്തിൽ പ്രയാസമില്ലാഞ്ഞിട്ടോ അല്ല. അതല്ല അവർ പറയുന്നത്. ആത്മശക്തി പ്രാപിച്ചവൻ, ബലം പ്രാപിച്ചവൻ പറയും, എൻ്റെ ദൈവത്താൽ എല്ലാം സാധ്യം. ദൈവം എന്നെ നടത്തും, ദൈവം എന്നെ പരിപാലിക്കും, ദൈവം എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തും. ഹല്ലേലൂയ. ഈ ദൈവത്തെയാണ് ഞാൻ അനുഭവിക്കുന്നത്, ഈ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. അവർ വിശ്വാസത്തോടെ നിൽക്കുക, കരുത്തുള്ളവരായി നിൽക്കുക, ദേശത്തെ അവർ കീഴടക്കുക, ആത്മശക്തി പ്രാപിക്കും. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മുടെ ബലഹീനതയെ കവിഞ്ഞ് ഒഴുകുന്ന, നമ്മുടെ ബലഹീനതയെ കവിയുന്ന ഒരു ദൈവ സാന്നിധ്യം വെളിപ്പെടുക. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ചാട്ട്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അവിടുത്തെ ആത്മാവിനാൽ ഒന്ന് നിറയ്ക്കുവാൻ ഇന്ന് പകൽ നമുക്കൊന്ന് അപേക്ഷിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സഭയുടെ ശക്തി എന്ന് പറയുന്നത് അവിടെ ആത്മീകമായി ശക്തീകരിക്കപ്പെട്ട ജനത്തിൻ്റെ ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പറയാം, കർത്താവേ എന്നെ ഒന്ന് ആത്മീകമായി ശക്തീകരിക്കണമേ, എൻ്റെ അകത്ത മനുഷ്യനെ ഒന്ന് ബലപ്പെടുത്തണമേ, എനിക്കൊരു ആത്മശക്തി നൽകണമേ, എനിക്കൊരു ആത്മബലം നൽകണമേ. ഹല്ലേലൂയ. ഇതെവിടെ നിന്നാണ് ഈ ആത്മശക്തി വരുന്നത്? ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആരാ നൽകുന്നത്? ഈ ആത്മസാന്നിധ്യത്തിൻ്റെ ഉറവിടമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത് ആരാ? യേശു ക്രിസ്തുവാ. ക്രിസ്തുവിലൂടെയാണ്. സ്തോത്രം. ക്രിസ്തുവാണ് അഭിഷേകം ചെയ്യുന്നവൻ, ക്രിസ്തുവാണ് നമ്മെ അഭിഷേകം ചെയ്യുന്നവൻ, പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നവൻ. ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ ഒന്ന് നയിക്കണമേ, നിറയ്ക്കണമേ. സ്തോത്രം.
പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരായിരുന്ന പത്രോസും യോഹന്നാനും അസാമാന്യ ധൈര്യം കാണിച്ച് കർത്താവിന് വേണ്ടി ശക്തിയോടെ നിന്നതുപോലെ ഈ ദേശത്ത് കർത്താവിന് വേണ്ടി നിൽക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടാതെ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ ജയിക്കുവാൻ, ആരാധിച്ച് ജയമെടുപ്പാൻ എന്നെ ഒന്നാത്മശക്തിയിൽ നിറയ്ക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അന്ധകാര ശക്തികൾ, പൈശാചിക പോരാട്ടങ്ങൾ നമുക്ക് വിരോധമായി നിൽക്കുന്നുണ്ട്. പക്ഷേ ആത്മശക്തി പ്രാപിച്ചവൻ, ആത്മകരുത്ത് പ്രാപിച്ചവൻ ആ അന്ധകാര മണ്ഡലത്തിന് എതിരെ നിൽക്കും. അവനോടത് അടുത്ത് വരികയില്ല. ആ പോരാട്ടങ്ങളെ അവൻ ആത്മാവിൽ ജയിക്കും. കാരണം ആമേൻ, ഹല്ലേലൂയ, അവനെ ശക്തീകരിക്കുന്ന, അവനെ ബലപ്പെടുത്തുന്ന ഒരു ആത്മസാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. സുവിശേഷത്തിൻ്റെ ദൂതുവാഹിയായിട്ട് അവൻ തീരും. പ്രതികൂലം കണ്ട് ഭയപ്പെട്ട് പുറകോട്ട് നിൽക്കത്തില്ല. ഏത് പ്രതിസന്ധിയിലും യേശുക്രിസ്തുവിനെ ഉയർത്തുവാൻ അവന് മടിയില്ല, അവർക്ക് മടിയില്ല. കാരണം അവരുടെ അകത്ത് വ്യാപരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല. സ്തോത്രം. ഈ ആത്മശക്തി പ്രാപിച്ചവർ മറ്റുള്ളവരെ കെട്ടുപണി ചെയ്യുന്നവരായിരിക്കും, മറ്റുള്ളവരെ ബലപ്പെടുത്തുന്നവരായിരിക്കും, ബലഹീനരെ താങ്ങുന്നവരായിരിക്കും. ഹല്ലേലൂയ. അനേകരെ താങ്ങാനുള്ള ഒരു കൃപ, അനേകരെ ധൈര്യപ്പെടുത്താനുള്ള കൃപ, അനേകരെ ബലപ്പെടുത്തുവാനുള്ള ഒരു കൃപ, അത് ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ആമൻ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആത്മശക്തി പ്രാപിച്ചവരുടെ ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളതാണ്. അവരുടെ ആരാധനയിൽ അവരുടെ ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആ ആരാധന എന്ന് പറയുന്നത് സ്വർഗം ഇറങ്ങി വരുന്ന ആരാധനയാണ്. ആ ഒരു ആത്മീയ അനുഭവത്തിലേക്ക്, ആ ആത്മശക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇറക്കട്ടെ, അതിനായിട്ട് നിങ്ങളെ ഉപയോഗിക്കട്ടെ, അഭിഷേകം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സഭയെ ദൈവം ഈ ദിവസങ്ങൾ അഭിഷേകം ചെയ്ത് ഈ ദേശത്ത് ശക്തിയോടെ നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധരത്നത്തിനുമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, കർത്താവെ, ഞങ്ങൾക്കൊരു പുതുശക്തി വേണം, ഒരു പുതുബലം വേണം, ആത്മാവിൻ്റെ ഒരു കരുത്ത് ഞങ്ങൾക്ക് വേണം. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു. അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങാണല്ലോ ഞങ്ങളെ അഭിഷേകം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ആത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ ശക്തീകരിക്കണമേ. ഞങ്ങളെ ശക്തി കൊണ്ട് അരമുറുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ആമേൻ. ദേശത്ത് ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന അന്ധകാര ശക്തിയോട്, ഞങ്ങൾക്ക് പ്രതികൂലമായി നിൽക്കുന്ന വെല്ലുവിളികളോട് പോരാടുവാൻ, സർവായുധ വർഗം ധരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, അങ്ങയുടെ ദൗത്യത്തിനായി ഞങ്ങൾ കടന്നു പോകത്തക്കവണ്ണം ആമേൻ ആ ദൗത്യ നിർവഹണത്തിനുള്ള ശക്തി ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവേ, ഞങ്ങളുടെ ആരാധനയിൽ ദൈവത്തെ പൂർണ്ണമായി മഹത്വപ്പെടുത്തുന്ന ഒരാത്മകരുത്ത് ഞങ്ങൾക്ക് നൽകണമേ. ഇന്ന് ഞങ്ങളെ സഭയായി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ നാമം ഞങ്ങളിലൂടെ മഹത്വീകരിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കും, അവരെ ശക്തീകരിക്കും, ബലപ്പെടുത്തും. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവാനുള്ള കൃപ എല്ലാവരുടെ മേലും പകരും. യേശുവിൻ വലിയൊരു നാമത്തിൽ തന്നെ.